നമ്മൾ കുറച്ച് ചെമ്മീൻ ഇരുന്നത് കിള്ളി സ്വല്പം വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും ചേർക്കണം ഇതിലേക്ക്. എന്നിട്ട് വേവിക്കാൻ വെക്കുവാണ്. എന്തിനാണെന്നുള്ളത് ഇതിന്റെ കൂടെ ചേർക്കണം. കഷ്ണം ഇടുമ്പോ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ തൽക്കാലം ഇത് വേവിക്കാൻ വെക്കാം. ചെമ്മീനില്ലേ പതുക്കെ ഒന്ന് വാടുവാകാവുള്ളൂ. അതിലേക്ക് മഞ്ഞപ്പൊടിയും ചേർക്കണം, ഉപ്പും ചേർക്കണം. മുളക് ചേർക്കണ്ട കേട്ടോ ഇതില്. കഷ്ണം ഇട്ട് കഴിഞ്ഞിട്ട് മുളക് ചേർത്താൽ മതി. ഇച്ചിരി മുൻപില് ഉപ്പ് ഇരുന്നോട്ടെ, കാരണം വേറെ കഷ്ണം അതിലേക്ക് ചേർക്കാനുള്ളതാ. അതുകൊണ്ടാട്ടോ. ഇപ്പൊ ഇച്ചിരി മഞ്ഞപ്പൊടി പൊടിക്ക് മഞ്ഞൾ സ്പ്രെഡായി അത് നമുക്ക് ഇളക്കി വിടണം. നമുക്ക് കയ്യിലെടുക്കട്ടെ, ഇളക്കി വിടണം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിടും കേട്ടോ. എന്നിട്ട് ഇതിനുള്ള കഷണം അവിടെ നമ്മൾ പറിച്ചു വെച്ചില്ലേ ആദ്യം, അത് കഴുകി അരിഞ്ഞോണ്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് കഷ്ണം ചേർക്കാം. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം എന്നാന്നുള്ളത് അല്ലേ. അത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിടാം. അങ്ങനെ ചെമ്മീൻ്റെ തിളച്ചു, നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്നാന്ന് വെച്ചാൽ ചെമ്മീത്തിന്റെ കൂടത്തിലേക്ക് ഇടാനുള്ള കഷണം വേറൊരു കലത്തിലേക്ക് പകർത്തണം. ഇത് കുഞ്ഞു കലല്ലേ, അപ്പൊ ചാറായിട്ട് വെക്കണത്. അപ്പൊ വലിയ കലത്തിൽ ഉണ്ടാക്കണം. അതുകൊണ്ടാട്ടോ ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. നമ്മള് ഗ്യാസ് ഓൺ ചെയ്യുവാണ്. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും എന്താണ് ചെമ്മീത്തിന്റെ കൂടെ ഇട്ട് വെക്കണ കൂട്ടെണ്ണ. അതായത് ഇരുമ്പമ്പുളി. ഞാൻ അതിന്റെ 2 ഫുള്ളായിട്ടുള്ളത് എടുത്ത് കാണിക്കാം. ഇത് അടുപ്പത്ത് വെച്ചേച്ച്. അപ്പൊ ഇരുമ്പമ്പുളി നമ്മളിതേ ചട്ടിയില് സ്വല്പം ഒരു 6-7 ഇരുമ്പമ്പുളി ഉള്ളൂ കേട്ടോ. ജസ്റ്റ് സ്വല്പം വെള്ളം ഒഴിച്ചു അതിന് പാകത്തിനുള്ള ഉപ്പ് ചേർക്കും. അത് വേവിക്കാനായിട്ട് വെക്കണം. അതിന്റെ കൂടെ ഇത് മിക്സ് ആവാൻ വേണ്ടി വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കുക. അങ്ങ് കമത്തിയാ മതി. ചെമ്മീൻ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കൊടുക്കാം. ഇനി അത് അവിടെ ഇരുന്ന് ഇത് വേവുമ്പോഴത്തേക്കും അമ്മ അതിനുള്ള തേങ്ങ അരച്ച് തയ്യാറെടുക്കാം. നമുക്ക് തേങ്ങ ചിരണ്ടി അരച്ചെടുക്കാം. തേങ്ങ ചിരണ്ടി എടുക്കണം. ചിരണ്ടി ഇരിക്കുന്ന തേങ്ങ ഫ്രിഡ്ജിൽ തണുപ്പിരിക്കണത് ഞാൻ അരയ്ക്കാൻ എടുക്കാറില്ല. അപ്പൊ നമുക്ക് ഫ്രഷ് ആയിട്ട് അരയ്ക്കാൻ എടുക്കാം. ഞാൻ തേങ്ങ ചിരണ്ടിക്കൊണ്ട് വരട്ടെ കേട്ടോ, എന്നിട്ട് പറയാം. നമ്മൾ ഇരുമ്പുളിയും ചെമ്മീനും അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് തികന്നിട്ടുണ്ട്. ഇരുമ്പുളി ശരിക്കും അതിലേക്ക് വെന്ത് ചേരട്ടെ, അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് ഞാൻ മുഴുത്ത തേങ്ങയായിരുന്നു, അതിന്റെ 1 മുറി തേങ്ങ ചിരണ്ടിയെടുത്ത്. പിന്നെ അതിന് പാകത്തിന് കൂടാനായിട്ടൊരു 3-4 ദളം ചുമന്നുള്ളി ആട്ടോ കൂടുതൽ വേണ്ട. ചുമന്നുള്ളി 2 ദളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടേക്കണതാട്ടോ അരയ്ക്കാനുള്ളതുണ്ട്. പിന്നെ ഒരു പിഞ്ച് മഞ്ഞപ്പൊടി. പിന്നെ ഓരോരുത്തർക്കുടെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. ഇത് അധികം എരിവ് ഉള്ള കറിയല്ല. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് ചേർത്തിട്ടുള്ളൂ. അത് മതി. ഇത്രയല്ലേ ഇരുമ്പുളി നമ്മള് കറി ഉണ്ടാക്കണുള്ളൂ. അപ്പൊ അത് കാരണം അത്രയാണ്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ബൗളിൽ അരച്ചോണ്ട് വരാം. നേരത്തേക്കും ഇരുമ്പുളിയുടെ അടുപ്പിലിരിക്കുന്ന വെള്ളം വറ്റും. നമുക്ക് അരപ്പ് ചേർക്കാം. അരച്ചോണ്ട് വരട്ടെ. ഇരുമ്പുളിയും ചെമ്മീൻ വറ്റിക്കാൻ വെച്ചതേ വെന്തു. വെള്ളം കുറച്ച് വറ്റാനുള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം അതിൽ കിടന്നോട്ടെ. എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച അരപ്പ് അതിലേക്ക് ചേർക്കാം. ചേർക്കട്ടെ അരപ്പ്. അരപ്പ് ചേർത്തേച്ച് ഞാൻ മിക്സി കഴുകി വെച്ചിട്ടുണ്ട്. ആ വെള്ളവും കൂടെ ചേർക്കണം കേട്ടോ. ചാറുകറിയില്ലേ, അപ്പൊ വെള്ളം വേണം ആവശ്യത്തിന്. ഈ പ്ലേറ്റിലേക്കും കൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകിയുമൊക്കെ ചേർക്കാം കേട്ടോ. ചാറ് ആവശ്യത്തിന് പ്ലേറ്റിലേക്ക് മിക്സി കഴുകി ഒഴിക്കാം. അപ്പൊ പിന്നെ 2 വേസ്റ്റ് ആവുമല്ലോ അല്ലേ. നമുക്ക് കലത്തിട്ട് ചേർക്കാം. ചാറ് വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചേർക്കാം കേട്ടോ. ഇച്ചിരി കൂടെ ചാറ് വേണം.
ഫ്ലെയിം ഫുള്ളിലേക്ക് ആക്കണം. ഫുള്ളിലാക്കി അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് ഞാൻ അരയ്ക്കാൻ നേരത്ത് സിമ്മിലാക്കിയേച്ചാ പോയത്. കാരണം എന്നാന്ന് വെച്ചാൽ വെള്ളം വറ്റിപ്പോയാൽ പിന്നെ അത് അടിയിൽ പിടിച്ച് പോകില്ലേ എന്നോർത്ത്. അപ്പൊ ഞാൻ ഫുള്ളിലാക്കി ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണം കേട്ടോ. ചാറിന് ചേർക്കാം. അവനവന് എന്തോരം ചാറ് വേണോ അത്രത്തോളം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ വാട്ടർ. അപ്പൊ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറി ഇരുന്ന് കുറച്ച് കുറുകും. തേങ്ങയരപ്പ് കറിയല്ലേ, അതുകൊണ്ട് അപ്പൊ സ്വല്പം മുന്നിൽ വെള്ളം കണ്ട് ചേർക്കണം. ചെമ്മീനും മാങ്ങയൊക്കെ വെക്കും പോലെ അതുപോലെ. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പതുക്കെ തിക വരുമ്പോ ഓഫ് ചെയ്ത് ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി മറ്റേ അടുപ്പിലേക്ക് വെക്കണം. എന്നിട്ട് കടുക് വറക്കണം. അത്രയേ ഉള്ളൂ പരിപാടി. പക്ഷെ നല്ല ടേസ്റ്റ് അല്ലേ, വലിയ ഇഷ്ടം. വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു കറിയാ. അതെ, പണ്ടത്തെ കാലത്തില്ലേ. ഞാനൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ. ഇച്ചിരി ഉപ്പ് വേണം. പുളിയൊക്കെ പാക. ഇച്ചിരിയുടെ പുളി ഇറങ്ങും. അപ്പൊ പുളി ഇച്ചിരി കുറവാതെ ഇരുന്ന് പുളി ഇറങ്ങും. പുളിയില, ഇരുമ്പമ്പുളിയില ഇത് മതിയാവും. പണ്ടത്തെ കാലത്ത് ഇരുമ്പമ്പുളി പണ്ട് പച്ചച്ചെമ്മീൻ കിട്ടല് വളരെ കുറവ്. അമ്മയുടെ ഒക്കെ അവിടെയൊക്കെ ഗ്രാമാന്തരീക്ഷല്ലേ. അപ്പൊ ഉണക്കച്ചെമ്മീൻ ഇട്ട് വെക്കും. ഉണക്കച്ചെമ്മീൻ ഒന്ന് വറുത്തേച്ച് ചുമ്മാ ചീൻചട്ടിയിലിട്ട് ചൂടാക്കി വറക്കണം, വെളിച്ചെണ്ണ ചേർക്കാതെ. എന്നിട്ട് അത് പൊടിച്ചേച്ച് ഇരുമ്പമ്പുളി ഇട്ട് വെക്കും. പിന്നെ അതുകൂടാതെ ചക്കക്കുരു ഇരുമ്പമ്പുളിയും കൂടെ വെക്കും. അങ്ങനെ 2 തരത്തിൽ ചെയ്യും. ഇനി നമുക്കിത് തികന്ന് തുടങ്ങി അടുപ്പിൽ നിന്ന് മാറ്റാറായി കേട്ടോ. തേക്കണുണ്ടോ? അതെ, തേക്കണ വേണമെങ്കിൽ ഒന്ന് എടുത്തോ. പുതപതാന്ന് വന്നത്. ഗ്യാസ് ഓഫ് ചെയ്യും കേട്ടോ. ഓഫ് ചെയ്തോ? ഞാനോ അല്ലെങ്കിൽ തേങ്ങയരപ്പല്ലേ ഒത്തിരി തികന്നാ ചിലപ്പോൾ പിരിയൂല. എന്നാലും ഇനി നമുക്ക് ആ ബർണറിൽ നിന്ന് മാറ്റണം. ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് മറ്റതിലേക്ക് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ അതിൽ തന്നെ ഇരുന്ന് കണ്ടമാനം ചൂടടിക്കും. ഇങ്ങനെ കടുക് പൊട്ടിക്കാനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു. കടുക് ഇടുക. എണ്ണ ചൂടായതേ കടുക് ഇട്ടു. ഇനി കടുക് പൊട്ടട്ടോ. അന്നേരം വേപ്പില് മുളകും. ഇനി ഞാൻ വേപ്പിലയും ചുമന്നുള്ളി. ഇന്ന് ഞാൻ വറ്റൽമുളക് ഇടണില്ല കേട്ടോ. ഉലുവ വേണ്ട? ഉലുവ വേണ്ട. ഇതിന് ഉലുവ വേണ്ട. ഉലുവ മീൻകറിക്കും കാളനുമാണ് അമ്മ സാധാരണ ഇടുന്നത്. അതിനാണ് കൂടുതലും ചെയ്യണത്. ഇതിന് ഉലുവ വേണ്ട. പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടട്ടെ. നമ്മളിത് ഉള്ളി ഇടുക. കണ്ട അത് ആകുമ്പോൾ നമുക്ക് എടുക്കാം. മൂത്ത് കഴിയുമ്പോൾ വേപ്പില നന്നായിട്ട് മൂക്കണം. വേപ്പിലേക്ക് ഇങ്ങനെ മൂക്കലില്ലല്ലോ, പെട്ടെന്ന് അങ്ങ് വങ്ങൂല. അതിനും കുറവില്ല. ഉള്ളിലേക്ക് ഇച്ചിരി മൂപ്പുണ്ട്. ഉള്ളി ശരിക്കും മൂക്കണം. എന്താ സ്മെല്ല. ഉള്ളി മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണം അല്ലേ. നെയ്യിൽ വഴറ്റുവാണെങ്കിൽ പറയാനില്ല അല്ലേ സ്മെല്ല. ഇതിപ്പോൾ വെളിച്ചെണ്ണ ആയതുകൊണ്ട് അത്ര സ്മെല്ല് കിട്ടൂല. എന്നാലും കുഴപ്പമില്ല. എനിക്ക് വലിയ ഇഷ്ടമാണ് ഉള്ളി മൂക്കണം മണം. എനിക്കും ഇഷ്ടം. ഇഷ്ടം. വേപ്പില ഇടുവാണേലേ വേപ്പില ആവും കേട്ടോ. എടുക്കാറായോ? എടുക്കുക. കളറ് കറക്റ്റാ. എടുക്കട്ടെ. കരിഞ്ഞു പോയാൽ കൊള്ളൂല. അതെ, ഈ കളർ ആകുമ്പോഴേക്കും നിർത്തണം. ഇതിലേക്ക് ഇടുക, അല്ല ചേർക്കുക. വളരെ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഒത്തിരി കാലങ്ങൾക്ക് മുന്നേ തന്നെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയിരുന്ന ചോറിൻ്റെ ഒക്കെ ഒപ്പം ഒഴിച്ചുകറിയായിട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു ഡിഷാണ്. വളരെ ടേസ്റ്റിയുമാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. പണ്ടത്തെ ആ നൊസ്റ്റാൾജിക് ഓർമ്മകളൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് വരുന്നുണ്ടാവും ഇത് കണ്ടപ്പോൾ അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് വീണ്ടും കാണും വരേക്കും ബൈ ബൈ.